മൈ ഗോഡ്, ജെയിമിനൊന്നും വരത്തില്ല ദൈവമേ. ജസ്റ്റിന് ടെൻഷൻ ആവില്ലടാ, ഒന്നും പറ്റില്ല. നീ ഒരു സ്ഥലത്ത് പോയി ഇരിക്കാൻ നോക്ക്. നിനക്കത് പറയാം, എൻ്റെ പെണ്ണകത്ത്. എടാ, നിന്റെ ഈ അവസ്ഥ കണ്ടിട്ട് എനിക്ക് തന്നെ സങ്കടമാവുന്നുണ്ട്. നീ ഒന്നും കൂളാവും, ഒന്നും വരുത്തില്ല. ഹസ്ബൻഡിൽ അല്ലെങ്കിൽ മദറിനകത്ത് കയറാവേ. ഞാൻ വരാം. എടോ, താൻ എന്തിനാണോ കരയുന്നത്? എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട്. ജെയിം, മിണ്ടരുത്, കൊല്ലും ഞാൻ ഇനി കുറെ നാളത്തേക്ക് എന്റെ വീട്ടിൽ പോയി നിൽക്കാൻ പോവാ. അയ്യോ ചതിക്കല്ലേ, നിന്നെ ഞാൻ വിടൂല. അപ്പോ അഥവാ ഞാൻ പോയില്ലേ മമ്മി എന്നെ കൊണ്ടുപോകും. പിന്നെ ഹോബി മമ്മിയും പറഞ്ഞു പോവാൻ വേണ്ടി. ബേബി ഗേൾ പ്ലീസ്. അര വേണോ വിളിച്ചോ, ഞാൻ മയങ്ങൂല. ജെയിം, ഐ ലവ് യു ഡി, പ്ലീസ് പോവല്ലേ. ശരി, എന്റെ മമ്മിയോട് പറഞ്ഞു നോക്ക്. ഓ അതാണോ? അത് ഞാൻ നോക്കിക്കോളാം. ഓ പിന്നെ അങ്ങോട്ട് ചെല്ലി, ഇപ്പൊ സമ്മതിക്കും. അതെന്താടി അങ്ങനൊരു ടോക്ക്? ഓ, കാണാൻ പോണ പൂരം പറഞ്ഞറിയിക്കുന്നില്ലേ ഇസ ബേബി. ജെയിം, അപ്പം ഐ ഗോട്ട് എ പ്രിൻസസ്. യാ അർമീസേ, നമ്മുടെ കൊച്ചിപ്പോ സേഫ് ആണേ. നമ്മുടെ ഡോക്ടർ പറഞ്ഞ പോലെ മിറാക്കിൾ സംഭവിച്ചിരിക്കുന്നു. ഞാൻ അങ്ങനെ വെളുത്ത് തീർത്തു. അല്ലേ ജെഡി എന്നെ കൊല്ലും. ഓക്കെ ബൈ. ബേബി ഗേൾ, താങ്ക് യു സോ മച്ച്. മിസ്റ്റർ ജസ്റ്റിൻ ഡേവിഡ്, ഇത് ഹോസ്പിറ്റലാണ്, അത് മറക്കരുത്. ഐ ഡോണ്ട് കെയർ ബേബി ഗേൾ. മോളെ ജെയിം. ഓ, ഈ മദർ ഇൻ ലോ സമ്മതിക്കൂല. ജസ്റ്റിനെ, നീ ഇവിടെ നിൽക്കുമായിരുന്നോ? നിന്നെ ഡേവിഡ് തിരക്കുന്നത് കണ്ട്. ഓ, ഞാൻ എൻ്റെ പെണ്ണിനെയും കൊച്ചിനെയും കാണാൻ ഇവിടെ നിൽക്കുമായിരുന്നു. ആണോ? എങ്കിൽ നല്ലോണം കണ്ടു. ഇനി കുറച്ചു നാളത്തേക്ക് കാണാൻ പറ്റില്ല, അതുകൊണ്ടാ. അതെന്താ മമ്മി അങ്ങനൊരു ടോക്ക്? അത് പിന്നെ ജെയിമിനെ 3-4 months വീട്ടിൽ കൊണ്ടുപോവാ, അതാ പറഞ്ഞത്. അതെന്ത് പരിപാടിയാ മമ്മി? അത് പറ്റൂല. ഞാനപ്പോ വീട്ടിൽ ഒറ്റയ്ക്കാവൂലേ? വീട്ടില് ഹോബി സുഖയില്ലേ, പിന്നെ എങ്ങനെയാ നീ ഒറ്റയ്ക്കാവുന്നത്? നീ അത് ശരിയാ, പക്ഷേ ജെയിം ഉള്ളതുപോലെ ആവൂലല്ലോ. മോനെ ജസ്റ്റിനെ, ജൂണിന്റെയും ഷുഗറിന്റെയും വഴക്ക് വാങ്ങിച്ചു തരണോ? ഓ, ജൂണിപ്പോ സീനില്ല. പക്ഷേ ഷുഗർപ്പ നല്ല സീനാ. കറക്റ്റ് മമ്മി. അല്ല എന്നാലും ജസ്റ്റിക്കുട്ടാ, ജെയിമിന് ഞങ്ങൾ കൊണ്ടുപോയേ പറ്റൂ. പിന്നെ നിനക്ക് എപ്പോ വേണമെങ്കിലും വന്ന് കൊച്ചിനെയും ജെയിമിനെയും കാണാലോ, പിന്നെന്താ. ആ, അങ്ങനെയാണേലും ഓക്കെ. അല്ല എന്നാലും ഒരന്നാലും ഇല്ല, ഞങ്ങളുടെ കൊച്ചിനെ കൊണ്ടുപോകും. മമ്മി ഇവിടെ നിൽക്കുമായിരുന്നോ? പെട്ടെന്ന് വാ, പോണ്ടേ. ആടെ ചെറുക്കത്താ വരുന്നു. ജസ്റ്റിക്കുട്ടാ, നീ ഇവിടെ ഉണ്ടായിരുന്നോ? എന്തായാലും ഓൾ ദ ബെസ്റ്റ് 3 മാസത്തേക്ക്. ഞാൻ അനുഭവിച്ചിട്ടുള്ളതുകൊണ്ട് പറയുക. സോ നല്ല പാടാണ്. ഇപ്പം അനുഭവിച്ച് 3 ഉണ്ട് വീട്ടിൽ. പോടാ പട്ടി. നിന്നോട് സ്ലോ ആവാൻ ഞാൻ പറഞ്ഞ ഇത് കൊള്ളാം. പോടാ, പിള്ളേർ കൂടിയാൽ റൊമാൻസ് വർക്കാവില്ല. ഐഷ് പോടാ. മമ്മി, ഇവ ശരിയല്ല. സംസാരിച്ചു കൊണ്ട് നിൽക്കാതെ കൊച്ചിനെ ഒന്ന് പിടിക്ക്. ജെയിം, നീ പോവാണോ? ഇച്ചായ, ഐ ലവ് യു. ലവ് യു ടു ജെയിം. ഞാൻ വരാം അങ്ങോട്ട്, നീ പോയിട്ട് വാ. ചൂണിച്ചായ, നിങ്ങളുടെ മോളൊന്നും കഴിക്കുന്നില്ല. ഇത് ജസ്റ്റിനെ വിളിക്കേണ്ടി വരും. മമ്മി, എനിക്ക് വേണ്ട. ഡേവി, ഈ ജസ്റ്റിനെ വിളിച്ച് അന്നാലേ ഇവിടെ കഴിക്കൂ. എന്തുവാ മമ്മി ഈ തൊട്ടേന്ന് പിടിച്ച് എനിക്ക് എന്തിനാ ജസ്റ്റ് ചായനെ വിളിക്കൂന്ന് പറയുന്നത്? നീ അവൻ പറഞ്ഞാലേ കഴിക്കൂ. നിനക്ക് അവൻ എന്തോ ഒരു മരുന്ന് തരുന്നുണ്ട്. എന്ത് മരുന്ന്? ഒന്നുമില്ല മമ്മി. ജെയിം, നീ ഇതിപ്പോ കഴിക്കുന്നോ അതോ ഞാൻ? ഇനി നല്ല മമ്മിയല്ലേ, എനിക്ക് വേണ്ട പ്ലീസ്. എവിടെ നീ ജസ്റ്റിനെ വിളിച്ച് പറഞ്ഞാണ്? ഓക്കെ മമ്മി, സെറ്റ്. ജെയിം, നീ ചോദിച്ച് പണി വാങ്ങി പോട്ട് തടവിക്കോ. പോടി ആ ചോദിച്ചു വണ്ടി. അയ്യോ, ഞാനൊന്നും പറഞ്ഞിട്ടില്ല, ഒന്നും കേട്ടിട്ടില്ല. ഞാൻ പോണു. പോ ദേവിച്ചാ, വിളിക്കല്ലേ, പൊന്നല്ലേ, മുത്തല്ലേ, ജാമു വാങ്ങിത്തരാം. എന്തോ? എങ്ങനെ? കേട്ടില്ല. ഇപ്പൊ നീ എന്താ എന്നെ വിളിച്ചത്? അല്ല, കാര്യം കാണാൻ വേണ്ടി കോഴിക്കാലും പിടിക്കണമെന്നാണല്ലോ. പുല്ലേ, നീ എന്ത് വിളിച്ചിട്ടും കാര്യമില്ല. ഞാൻ വിളിക്കും, നോക്കിക്കോ. ഓടാ കോഴിക്കുഞ്ഞെ. നീ പൊടി കടുവക്കുട്ടി. ഇതും പറഞ്ഞ് അവൻ ഫോൺ എടുത്ത് ജസ്റ്റിനെ വിളിക്കുന്നു. അച്ചു, ഒരു പെട്ടി ഓർഡർ ചെയ്തോടി. ഓക്കെ, സെറ്റ്. ജസ്റ്റിനെ, നിന്റെ വൈഫ്. ദേവി വേണ്ട പറയലും പ്ലീസ്. എന്താടാ അവിടെ? ദേവി വേണ്ട പറയല്ലേ പ്ലീസ്. ദേവി, നീ കാര്യം പറ. എന്താ? എടാ, നിന്റെ വൈഫ് ഫുഡ് കഴിക്കുന്നില്ല. ഇത് കേട്ടോടനെ ജസ്റ്റിൻ കോൾ കട്ട് ചെയ്യുന്നു. എന്തിനാണാവോ എന്തോ. മമ്മി പറയില്ലെന്ന് പറഞ്ഞാ ഫുഡ് കഴിക്കാം. സോറി തങ്കച്ചി, പറഞ്ഞുപോയി. ഓടാ പട്ടി. ജെയിം, 2 ഒലക്കയും ഒരു വെള്ളത്തുണി എടുക്കട്ടെ? എന്തിന്? അല്ല, അന്നെ മൂടാൻ വേണ്ടി. ആ എടുത്തോ, അതായിട്ട് കുറയ്ക്കണ്ട.
ഓ തുള്ളി തടവിക്കോ, നമുക്ക് പലഹാരം ഉണ്ടാക്കാം. ഓടി തെണ്ടി. എന്റെ പൊന്നു മോളെ, ഞാനൊന്നും പറഞ്ഞില്ല. ഗെറ്റ് ഔട്ട്, ഗെറ്റ് ഔട്ട്. ഇമോഷണലി ഡാമേജ്. ഓക്കെ ബൈ. എനിക്ക് സങ്കടമൊന്നുമില്ല, എന്നാലും ചെറിയൊരു വിഷമം ഉണ്ടെന്നല്ലേ പറയാൻ വരുന്നത്. ഇനി അത് പറയണമെന്നില്ല, കേട്ട് കേട്ട് മടുത്തു. അല്ല അങ്കി ഞാൻ വേറെ പറയാം. ഇറങ്ങിപ്പൊടി. ഓക്കെ ഗൈസ്, ടാറ്റാ ബൈ ബൈ, പിന്നെ കാണാം. ജെയിം, അപ്പൊ ശരി, ടാറ്റാ ബൈ ബൈ. അതവിടെ നിൽക്കട്ടെ, വേറൊരു കാര്യമുണ്ട്. ഡേയ് എന്തടി നിനക്ക് സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ പോലും സമ്മതിക്കില്ലേ? ഇനി എന്താ? അത് ഒരു ഹായ് പറയാവോ? ഓ അതാണോ ഹായ്, അപ്പൊ ശരി പോട്ടെ. ദേവി, എനിക്കല്ല, ഒരു ആൺകൊച്ചാ. ഓ ആർക്കും കൊച്ചിനായിരുന്നു, അങ്ങോട്ട് മാറുന്നില്ലേ, ഞാൻ പറയട്ട്. അപ്പൊ നമ്മ ആര് പൊട്ടനാ? എടാ നെയിം തമി. അപ്പൊ തമ്മിക്കുട്ടി ഹായ്. എന്തുവാടെ ഇവിടെ? അതാ ആർമി കൊച്ചിന് ഹായ് പറയാൻ വന്നതാ. ഓ അതാണോ? അതെ, ചേടിയെടുത്തും കൂടെ പറയാൻ പറഞ്ഞു. ഓഹോ, എനിവേ ഹായ് തമ്മിക്കുട്ടി. ബൈ ദ ബൈ, തമ്മിക്കുട്ടി സിംഗിൾ ആണോ? അല്ലടാ മിങ്കിള. എന്തേ? ഓ ആണോ? ഹായ് മൈ ഡിയർ വൈഫി, സുഖാണോ? പിന്നെ പരമസുഖം. സുഖം കൊണ്ട് ഇവിടെ ഇരിക്കാൻ വയ്യ. നീങ്ങ് വന്നേ, ഞാൻ കുറച്ച് സുഖം തരാം. അത് വേണോടി ഏഞ്ചലേ? പിന്നെ വേണ്ടാവാ, ഇങ്ങോട്ട് വാടാ കോഴിക്കുഞ്ഞെ. അപ്പൊ അളിയ ടാറ്റ, ജീവനുണ്ടെങ്കിൽ കാണാവേ. അളിയ ആദരാഞ്ജലികൾ. പോടാ തെണ്ടി. എടാ കോഴിക്കുഞ്ഞെ, പെട്ടെന്ന് വാടാ, സംസാരിച്ചോണ്ടിരിക്കാതെ. താ വരുന്നേ. ചെടി ജെയിം അവിടെ, അവളുടെയും കൂടെ ഹായ് വേണം. ഐ ഡോണ്ട് നോ. ഓക്കെ ജെയിം, ജെയിം നീ എവിടെയാ? എന്നാടി അച്ചു, കാര്യം പറ. അതൊരു ഹായ്. ഓ ആരാ ആള്? തമിക്കുട്ടി ഹായ്. ചെടി വാ പോവാ. പോവാം വാ. ഈ കണ്ണി ചോറില്ല കച്ചു തണ്ണി ബൈ. ഞാൻ എന്ത് ചെയ്തിട്ടപ്പോ അങ്ങനെ പറഞ്ഞത്? ബൈ ദിസ് കൊലവരി ഗൈസ്. ആർമിഷെ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇപ്പൊ വരുമെന്ന് എനിക്കറിഞ്ഞൂടാ, സോ ബൈ. പിന്നെ ആർമിഷെ ബാക്ക്ഗ്രൗണ്ട് വോയിസ് ഉണ്ടെങ്കിൽ ക്ഷമിക്കണേ.